ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവപാദപീഠത്തിലായിരിക്കാൻ പിന്നെ ഒരു സാവകാശം, ഒരവസരം ഈ ഭൂമിയിൽ ദൈവം തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടേക്ക് നിങ്ങളെല്ലാവരുടെയും മനസ്സിനെ ഒരു 2000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗൊത്ത എന്ന മലമുകളിൽ നാട്ടിയിരിക്കുന്ന 3 ക്രൂശ്, അവിടെ അതിൻ്റെ നടുവിലുള്ള ക്രൂശ്, ആ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യൻ തൻ്റെ ഇടത്തും വലത്തുമുള്ള 2 മനുഷ്യരെക്കാൾ വ്യത്യസ്തമായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ നടുക്കുള്ള ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കിയാൽ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്ര വിരൂപനായി കിടക്കുന്നു. അവൻ്റെ പുറം ഉൾവുചാൽ പോലെ കീറിയിട്ടുണ്ട്. തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് നോക്കുന്നവർ ഒറ്റ നോട്ടമേ നോക്കത്തുള്ളൂ. രണ്ടാമതൊരിക്കൽ നോക്കാൻ താല്പര്യപ്പെടത്തില്ല. അത്ര വിരൂപനായി ഒരുവൻ ആ നടുക്കുള്ള ക്രൂശിൽ കിടക്കുന്നു. മറ്റുള്ള 2 ക്രൂശിൽ ഉള്ളവർ 2 പേരും ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു. എന്നാൽ നടുക്കുള്ള ക്രൂശിൽ കിടക്കുന്നവൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്നല്ല, അവൻ പാപിയാണ്. ഞാനത് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ അർത്ഥം നമുക്ക് ഗ്രഹിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ലോകത്തിലെ 5 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസ് അടക്കം വിധി പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വിധി അങ്ങനെ ആയിരുന്നില്ല. നേരെ മറിച്ച് തൻ്റെ പുത്രനായ യേശു, പാപമറിയാത്തവനെ പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് ദൈവത്തിന് വരുന്നത് നാം വായിക്കുന്നു. ലോകത്തിലെ മനുഷ്യൻ ഇവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇരിക്കുന്നതിൻ്റെയും നമ്മളുടെയും ആദാം മുതൽ സകല മാനവരാശിയുടെയും പാപം ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശുവിൻ്റെ മേൽ ചുമത്തി. അതുകൊണ്ട് മറ്റുള്ള 2 പേരെക്കാൾ വിരൂപനായി തീർന്നു യേശു. ആ യേശു ക്രൂശിൽ മരിച്ചതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം കേവലം നമുക്ക് പാപക്ഷമ തരിക എന്നുള്ളത് മാത്രമാണോ? അതോ അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം നീളുന്നുണ്ടോ? ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ ഇഷ്ടം യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പകരം പാപമാക്കി, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം യേശു ക്രിസ്തുവിന് മേൽ ദൈവമാക്കി. അങ്ങനെ പാപം ചെയ്യാത്ത യേശുവിനെ പാപത്തിന് ശിക്ഷ ഏൽപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത നമ്മളെ ആ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ പിതാവായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടമെന്ന് പറയുന്നത്? അല്ല, അത് മാത്രമല്ല. ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തിങ്കളാഴ്ച രാവിലെ അവൻ്റെ അമ്മ സ്കൂളിൽ പോകാൻ വേണ്ടി കിടന്നുറങ്ങിയെടുത്തുനിന്ന് അവനെ വിളിച്ചുണർത്തി അവന് സ്കൂളിൽ പോകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ സഹായത്തോടെ അവൻ ചെയ്യുന്നു. പേസ്റ്റ് എടുത്ത് കൊടുക്കുന്നു, ബ്രഷ് എടുത്ത് കൊടുക്കുന്നു, ചോറ് ടിഫിൻ ശരിയാക്കി കൊടുക്കുന്നു, സ്കൂൾ ബാഗ് എടുത്ത് കൊടുക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിനെ ആ അമ്മ അങ്ങനെ ഒരുക്കി സ്കൂളിൽ വിടുമ്പോൾ ആ അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം, ഈ കുഞ്ഞ് സ്കൂളിൽ പോയി പഠിച്ച് വൈകുന്നേരം തിരിച്ചു വരണം എന്നുള്ളത് മാത്രം അല്ല. അത് കേവലം നൈമിഷികമായ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ലക്ഷ്യമാണ്. ആ കുഞ്ഞിനെക്കുറിച്ചുള്ള അമ്മയുടെ സ്ഥിരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ കുഞ്ഞ് സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കനായി 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അങ്ങനെ നല്ല വിദ്യാഭ്യാസം നേടി
നല്ല സ്വഭാവ രൂപീകരണം പ്രാപിച്ച് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും കൊള്ളാവുന്ന ഒരു ഉത്തമ പൗരനായി നല്ലൊരു വ്യക്തിയായി ഭാവിയിൽ ജീവിക്കണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. അത് കേവലം സ്കൂളിൽ പോയി വൈകുന്നേരം മടങ്ങി വരുന്നത് വരെയുള്ള പദ്ധതിയല്ല. ഓരോ ദിവസവും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ അമ്മയുടെ ഹൃദയത്തിൽ അതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു സ്വപ്നമുണ്ട്. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ നമുക്ക് പകരമായി പാപമാക്കി ക്രൂശിൽ നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ആ സമ്പൂർണ്ണമായ ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക എന്നുള്ളത് മാത്രം അല്ല. നമുക്ക് വായിക്കാം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. മതി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപം ക്ഷമിക്കാൻ വേണ്ടി മാത്രം എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ എന്തൊക്കെയാക്കി തീർക്കണം? നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്, കുറ്റമില്ലാത്തവരുമായി നിങ്ങളെ നിർത്തണം. അപ്പോൾ പാപക്ഷമ പ്രാപിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പിതാവായ ദൈവത്തിനുള്ള താല്പര്യം അവൻ പാപക്ഷമ പ്രാപിക്കുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ, എന്നെയും നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് നാം പാപക്ഷമ പ്രാപിക്കണം. അതിൻ്റെ പ്രാഥമികമായ സ്റ്റെപ്പ് അത് തന്നെയാണ്. എന്നാൽ അതുകൊണ്ടത് തീരുന്നില്ല. അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു ഒരു ദിവസം എന്നെയും ഇവിടേക്ക് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി കർത്താവ് യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വരെ ഈ പ്രക്രിയ നീണ്ടുപോകുന്നതാണ്. അത് കേവലം പാപക്ഷമയിൽ അവസാനിക്കുന്നതല്ല. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അരിമത്തിയിലെ യോസേഫും രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്ന ഇസ്രായേലിലെ ധനാട്ടിനും പൊതുസമ്മതനുമായിരുന്ന നിക്കോദിമോസും കൂടെ കൂടി യേശുവിൻ്റെ ശരീരം അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാമത്തെ ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അത് ആദ്യഫലത്തിൻ്റെ കറ്റയായിരുന്നു. ആ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്ത് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നു. അതിനുശേഷം യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വന്നു. 40 ദിവസത്തോളം ഈ ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കത്തക്ക രീതിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നമ്മിങ്ങനെ വായിക്കുന്ന 500 ഓരോരുത്തർക്കും മാത്രമല്ല 500 ശിഷ്യന്മാർക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷനായി എന്ന് അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ 40-ാമത്തെ ദിവസം യേശു ക്രിസ്തു ഗലീലയിലുള്ള തൻ്റെ ശിഷ്യന്മാരെ കൂട്ടി ഒലിവുമലയിലേക്ക് കടന്നുപോയി. ആ ഒലിവുമലയിൽ വെച്ച് യേശു ക്രിസ്തു അവരെ വിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ യേശു ചെയ്ത കാര്യം, അവൻ 2 കൈകളും ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. നമ്മളിങ്ങനെ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്,
അവൻ അവരെ അനുഗ്രഹിക്കയിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ അവരെ അനുഗ്രഹിക്കയിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. യേശുവിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ നീട്ടിയ കരങ്ങൾ പിൻവലിക്കപ്പെട്ടതായിട്ട് ബൈബിളിൽ ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഇന്നും പിൻവലിക്കാതെ യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ ആ അനുഗ്രഹത്തിൻ്റെ കരങ്ങളുണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് അപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞാൽ, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. ആദ്യ ബലക്കറ്റ നീരാജനം ചെയ്തത് മുതൽ 49 7 ശബത്ത് എണ്ണണം. 7 ശബത്ത് എന്ന് പറയുന്നത് 49 ദിവസമാണ്. ശബത്ത് ശനിയാഴ്ചയാണ്. ശബത്തിൻ്റെ പിറ്റേന്നാൾ 50-ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. അന്നൊരു സംഭവം നടന്നു. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം യേശുക്രിസ്തു മുഖാന്തരം അസഹ്യവൻ മാളികമുറിയിൽ പകരപ്പെട്ടു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ എൻ്റെയും നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ തൊടാൻ സ്പർശിക്കാനിടയായി. അങ്ങനെ ആദാമിൽ മരിച്ചവരായിരുന്ന നാം എല്ലാവരും നമ്മുടെ ആത്മാവിൽ സജീവരായി ജീവൻ പ്രാപിക്കാനിടയായി. അങ്ങനെ ജീവൻ പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. എന്നാൽ ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശം അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തെറ്റോ ശരിയോ അല്ല അങ്ങനെ ഒക്കെയുള്ള ഒത്തിരി പഠിപ്പിക്കലുകൾ ഇന്ന് ഈ ലോകത്തിൽ വ്യാപകമായി ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട്. നീണ്ട ഒരു വയൽ, ആ വയലിൻ്റെ നടുക്കൂടെ കഷ്ടിച്ചൊരു ആൾക്ക് മാത്രം നടന്നു പോകാനുള്ളൊരു ഒറ്റയടി പാത. പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിലാണിത് പറയുന്നത്, ഞാൻ പറയുന്നത്. ആ ഒറ്റയടി പാതയിലൂടെ നടന്നു പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് നടന്നു പോയില്ലെങ്കിൽ ഒന്നുകിൽ ഇടത്തെ വശത്തേക്കോ അല്ലെങ്കിൽ വലത്തെ വശത്തേക്കോ വീണ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തി ആ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടണം, ജീവിക്കപ്പെടണം. അതെന്ന് വരെ കർത്താവ് യേശു ക്രിസ്തു എൻ്റെയും നമ്മളെ ഓരോരുത്തരെയും പിതാവിൻ്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുന്നത് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പിതാവിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം കർത്താവ് യേശു ക്രിസ്തു എന്നെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പിതാവിൻ്റെ ആ വലിയ ആ സമൂഹത്തിൽ ആർക്കും വേണ്ടിക്കൂടാൻ കഴിയാത്ത കോടാനുകോടി ദൈവമക്കളുടെ സാന്നിധ്യത്തിൽ, ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. യേശു ക്രിസ്തു എന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ ഓരോരുത്തരും പ്രസൻറ്റ് ചെയ്യുമ്പം പിതാവിനോട് ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. പിതാവേ, ലോകത്തിലായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നിമിത്തം, നമ്മുടെ വചനങ്ങളെ അനുസരിക്കുന്ന നിമിത്തം ആ ഇടുക്കമുള്ള വഴിയെ പോയ ഇന്നയാളിതാ. ലോകത്തിൽ അവർ അനുഭവിച്ച കഷ്ടങ്ങളിൽ എല്ലാം പാട്ടുപാടിയവർ ഇതാ. ലോകത്തിൽ അഭിമുഖീകരിച്ച എല്ലാ വ്യതകളിലും പിതാവേ, അവർ എൻ്റെ മുഖം ദർശിച്ചിരുന്നു. അവർ ഇതാ, അവൾ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും പിതാവിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തു സന്തോഷത്തോടെ നിർത്തുന്ന ഒരു സുദിനമുണ്ട് പ്രിയമുള്ളവരെ.
നമ്മുടെ ലക്ഷ്യം അതുമാത്രം ആയിരിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ദൃഷ്ടികളും നമ്മുടെ താല്പര്യങ്ങളും മനസ്സുമെല്ലാം അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്തിലാണ്, ഒരു ജീവിതത്തിലാണ്, ഒരു ശരീരത്തിലാണ് ഞാനും നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. മറന്നു പോകരുത്. ഇങ്ങനെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തിൽ എല്ലാവരും ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുമോ? എന്തു പറയുന്നു? ദൈവത്തിൻ്റെ പകരം എന്തു പറയുന്നു? ഇപ്പം വായിച്ച വാക്യത്തിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കോ. കൊലോസ്യ ലേഖനം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് രണ്ടാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്യണം? സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാത്തവരായി, അടിസ്ഥാനമുള്ളവരായി, ഇളകുന്നവരായിട്ടല്ല, അടിസ്ഥാനമുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നാൽ. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്താ വിശ്വാസം? എന്താ വിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ആ എസൻസ് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുന്ന, നമ്മുടെ മനസ്സിൽ കരുതുന്ന കാര്യം അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്. അത് രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ പറയാം. അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. അപ്പോസ്തലൻ പൗലോസിൻ്റെ വിശ്വാസം ഏതെങ്കിലും കാര്യങ്ങളുടെ അറിവല്ല, നേരെ മറിച്ച് ഒരു വ്യക്തിയാണ്, അത് ക്രിസ്തുവാണ്. ഞാൻ എന്ത് വിശ്വസിച്ചിരിക്കുന്നുവെന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. അബ്രഹാം ഇങ്ങനെ പറയുണ്ടായി. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. റോമായത്തിൽ വായിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്നെണ്ണി അവനെ നിവർത്തിപ്പാൻ ശക്തനാണ്. വാഗ്ദത്തമല്ല അബ്രഹാം വിശ്വസിച്ചത്, വാഗ്ദത്തം വിശ്വസിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വാഗ്ദത്തങ്ങളെക്കാളും എനിക്ക് വിശ്വാസ്യമായിരിക്കേണ്ടതിന് വാഗ്ദത്തം ചെയ്തവനായിരിക്കണം. പൗലോസിന് കാര്യങ്ങൾ നമ്മളെക്കാൾ എത്ര 1000 മടങ്ങ് അറിയാം. പൗലോസ് പറയുന്നു, എനിക്ക് എൻ്റെ ആ അറിവുകളൊന്നും അല്ല എൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം, നേരെ മറിച്ച് അത് ക്രിസ്തുവാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ ഏതെങ്കിലും അറിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ തത്വസംഹിതകൾ നമ്മുടെ ഹൃദയത്തിൽ കരുതുന്നല്ല വിശ്വാസം. നേരെ മറിച്ച് വിശ്വാസം ക്രിസ്തുവിലായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും അവനിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചെഴുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തു ആയിരിക്കണം നമ്മുടെ വിശ്വാസം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നാൽ അങ്ങനെ അവിടെ നിൽക്കും. ക്രിസ്തു നിങ്ങളെ പ്രസൻറ്റ് ചെയ്യും. യേശു പിതാവിൻ്റെ മുമ്പാകെ ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ, എന്നെ അവിടെ നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? നമ്മൾ ഇളകാത്തവരായിരിക്കണം. എന്തിൽ നിന്ന്? സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ. സുവിശേഷത്തിൻ്റെ പ്രത്യാശയുണ്ട് പ്രിയമുള്ളവരെ. ആ പ്രത്യാശ എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രത്യാശയല്ല. ഈ കാണുന്നതാണ് പ്രത്യാശ എന്ന് പഠിപ്പിക്കുന്ന, വളരെ ബോഷ്ക്ക് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഈ കാണുന്നൊന്നും പ്രത്യാശയല്ല. ഒരു കാണുന്നതിന് വേണ്ടി പ്രത്യാശിക്കുന്നത് എന്തിന് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മൾ പ്രത്യാശയെങ്കിൽ നാം സകല മനുഷ്യരെക്കാൾ അരിഷ്ടന്മാർ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്.
നമ്മളെ പ്രത്യാശയെ കാണുന്നൊന്നുമല്ല, എന്നാൽ കാണാത്തൊന്നിനു വേണ്ടി ഞാൻ പ്രത്യാശിക്കുന്നു. എങ്കിൽ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒരു ദിവസം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. അന്ന് എന്നെ തന്നെ പോലെ ആക്കി തീർത്തതിന് ശേഷം പിതാവിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയിൽ നിളകാത്തവരായി, അടിസ്ഥാനമുള്ളവരായി, ആ ക്രിസ്തുവിൽ എല്ലാ സമയത്തും ആശ്രയിക്കുന്നവരായി നിന്നാൽ, ജീവിച്ചാൽ നാം അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോസ്തലൻ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന ഈ കൊലോസ്യ ലേഖനത്തിലുണ്ട്. അപ്പോസ്തലൻ പൗലോസിൻ്റെ 4 പ്രാർത്ഥനകൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന, ഫിലിപ്പ് ലേഖനത്തിൽ 1, കൊലോസ്യ ലേഖനത്തിൽ 1, 4 പ്രാർത്ഥനയുണ്ട്. അതിൽ കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയുടെ 1-2 ഭാഗങ്ങൾ വായിക്കാൻ അതിനുള്ള സമയമുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ, 10-ാമത്തെ വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. മതി വെറുതെ, വലിയൊരു ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളൊന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എന്താ പറയുന്നത്, ഒരു പ്രബോധിപ്പിക്കുന്നു, ബുദ്ധി ഉപദേശിക്കുക. കാരണം ഈ വേർപെട്ട ഗ്രൂപ്പുകളിലെ, നമ്മൾ ഇവിടെ നിന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വേർപെട്ട ഗ്രൂപ്പുകളിലുള്ള പലരുടെയും പ്രാർത്ഥന കേട്ടാൽ എന്തുവാ പ്രാർത്ഥിക്കുന്നത്, കുറേ നേരം പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുക. ദൈവത്തിനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലേ ദൈവത്തിന് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. കുറേ ചരിത്രങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കണം, എന്നാലേ ദൈവത്തിന് ഇതൊക്കെ അറിയത്തുള്ളല്ലോ. ദൈവത്തിന് ബാക്കി ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇതിലൊക്കെ നമ്മൾ രൂപാന്തരപ്പെടേണ്ട ആവശ്യമുണ്ട് സഹോദരന്മാരെ. അതൊരു സത്യമാണ്, അത് പറയാതിരിക്കാൻ തരവില്ല. എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശവക്കുഴി കൊണ്ട് അവസാനിക്കാത്ത പ്രാർത്ഥനകൾ വളരെ വിരളമായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യവും, അവർക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യവും, നഴ്സിങ്ങിന് പോകുന്ന കാര്യവും, അല്ലെങ്കിൽ UK പോകുന്ന കാര്യവും, അങ്ങനെ ഒത്തിരി നീണ്ടുപോകും. എൻ്റെ സഹോദരന്മാരെ, ഈ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന 4 പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് വായിച്ച് നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതിൽ ഒരു വാക്കെങ്കിലും, ഒരു റിക്വസ്റ്റെങ്കിലും ഈ ശവക്കോട്ട കൊണ്ട് അവസാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കും തിരുത്താൻ അവസരം ആകും. അല്ല, അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എന്തായി തീരണം? ഒന്നുകൂടെ വായിക്കും ബ്രദറേ. അത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമ്പോഴും നടന്ന്. മതി ബ്രദറേ. അപ്പോൾ ദൈവത്തിന് പ്രസാദമാകുന്ന ഒരു നടപ്പ് നമ്മൾ നടക്കണം, അല്ലേ? ദൈവത്തിന് ഇച്ചിരി പ്രസാദമല്ല, ദൈവത്തിന് പൂർണ്ണ പ്രസാദം ഉള്ളൊരു നടപ്പ് നടക്കണം. നടപ്പെന്ന് പറയുന്നത് നമ്മളെ അറിയാം, നടപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവമാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയുമായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നടപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? യോഗ്യമാവുമെണ്ണം പൂർണ്ണപ്രസാദത്തിൽ ദൈവത്തിന് പൂർണ്ണമായി ദൈവം പ്രസാദിക്കുന്ന നടപ്പായിരിക്കണം. ഇതിന് 2 അങ്ങനെയും ഇങ്ങനെയുമുള്ള 2 ഉദാഹരണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പിടിക്കപ്പെട്ട ഇസ്രായേൽ ജനം, ഗുരുതിനകത്ത് എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നടക്കുന്നു, ഒന്നിനൊരു കുറവുമില്ല. ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടെന്ന് അവർക്ക് തോന്നിയപ്പോൾ വെള്ളം കിട്ടാതെ ആവശ്യു അവർ എല്ലാം കലകൊണ്ടാക്കി വെള്ളം കുടിച്ചപ്പോൾ നല്ല എന്തുള്ള മധുരമുള്ള വെള്ളം. അവരെന്തേ ആഗ്രഹിച്ചുള്ള സത്യത്തിൽ കുറച്ച് വെള്ളം ആഗ്രഹിച്ചു, പക്ഷേ കുടിച്ചപ്പോൾ മധുരമുള്ള വെള്ളമാണ്. അങ്ങനെ 40 ഞാൻ പറഞ്ഞപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 40 വർഷം ഒരു ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ് അത്.
ഇന്ന് 4 മാസത്തേക്കില്ല അല്ലേ, 100 ചില്ലാൻ രൂപ എടുത്ത് ചെരുപ്പ് മേടിച്ച് 4 മാസത്തിന് ഞാൻ അതിനെക്കുറിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ ആ അവർക്ക് വേണ്ടിയുള്ള കരുതൽ എത്ര അത്ഭുതകരമായിരുന്നു. ഇറച്ചി വേണമെന്ന് പറഞ്ഞു കൊടുത്തു, ഭക്ഷണമെല്ലാം കൊടുത്തു. ഒറ്റ ദിവസം പോലും മുടങ്ങിയില്ല, ഒറ്റ ദിവസം പോലും പവർ കട്ടുണ്ടായില്ല, കറണ്ട് കട്ടുണ്ടായില്ല, എല്ലാ ദിവസവും AC അല്ലേ, നല്ല സുഖജീവിതം. പക്ഷേ എന്താ എഴുതിയിരിക്കുന്നത്? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. എന്താ ബുദ്ധി ഉപദേശം? അയ്യോ, ഇങ്ങനെല്ലാം കിട്ടുമ്പം ദൈവത്തിന് ഇപ്പം എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് അതിന് ബുദ്ധി ഉപദേശം. ഈ ലോകത്തിൽ സമ്പത്തുണ്ടാകുന്നത് തെറ്റല്ല, സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഇത് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു തെളിവായിട്ടാണ് നാം അംഗീകരിക്കുന്നതെങ്കിൽ 101% തെറ്റിപ്പോയെന്ന് നമ്മൾ വിസ്മരിക്കരുത്. എന്നാൽ വേറെത്തിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, എബ്രായത്തിൽ എഴുതിയിരിക്കുന്നു, ഹാനോക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എബ്രായത്തിൽ കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്, ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോടു കൂടെ നടന്നു എന്ന് മാത്രമല്ല, അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്താ സാക്ഷ്യം? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. പ്രിയ സഹോദരീസഹോദരന്മാരെ, നാം സ്വർഗത്തിൽ ചെന്നിട്ടല്ല ഈ സാക്ഷ്യം പ്രാപിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിൽ ദൈവം തരുന്ന ഈ ആയുസ്സിൽ തന്നെയാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കേണ്ടത്. നാം സ്വർഗത്തിൽ ചെന്നിട്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവം പ്രസാദിക്കണം. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് അത്. എന്താ? നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പൂർണ്ണപ്രസാദം ലഭിക്കത്തക്ക വിധത്തിൽ ആയിരിക്കണം നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതായിരിക്കണം, നിങ്ങളുടെ ജീവിത രീതി അതായിരിക്കണം. എന്തായിരിക്കണം? ദൈവത്തിന് നമ്മളിൽ ഒരിഷ്ടം തോന്നണം, ദൈവത്തിന് നമ്മളിലൊരു പ്രസാദം തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം. അങ്ങനെ അല്ല എന്ന് വരികിൽ അത് തിരുത്താൻ വേണ്ടിയാണ് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും പിന്നെയും ദൈവം സമയം നീട്ടിത്തരുന്നത് എന്ന് ഞാൻ 100% ഞാൻ ഉറപ്പിക്കുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയല്ലോ, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെന്താ താമസിക്കുന്ന കർത്താവേ? ഇങ്ങനെ മറുപടി കർത്താവ് പറയും, മോനെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി നിങ്ങളോട് ആരാ ഇത് എഴുതിയിരിക്കുന്നത്? പുറത്തുള്ളവർക്കല്ല. പത്രോസ് ലേഖനം എഴുതിയത് പുറത്തുള്ളവർക്കല്ല, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. അവരോട് പറയുക, ആരും നശിച്ചു പോകാതെ. ആരോടാ ദീർഘക്ഷമ കാണിക്കുന്ന? പുറത്തുള്ളവരോടാണോ? അല്ല, സഭയുടെ ഉള്ളിലുള്ളവരോട്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുക. ആ ദീർഘക്ഷമയെ അലക്ഷ്യമായി വിചാരിക്കാതെ ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ അങ്ങ് നിവർത്തിച്ചിട്ടില്ലാത്ത കൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കത്തക്ക ഒരു ജീവിതം ചെയ്യാൻ വേണ്ടി ദൈവം പിന്നെയും എനിക്ക് സമയം തരുന്നു എന്ന ആ ഉൾബോധത്തിൽ നിന്ന് കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നാം നടക്കണം. അതിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം അറിഞ്ഞു. കാര്യം വേറൊന്നുമല്ല, ഈ സ്പേസിൽ പോയവരുണ്ടല്ലോ, സ്പേസിൽ ഇപ്പോൾ ഒരു സ്ത്രീ പോയിട്ട് വന്നു, നമുക്ക് എല്ലാം അറിയാം അല്ലേ, നമുക്കറിയാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആ മനസ്സിലായ കാര്യം ഇതാണ്. ഈ നാസ അവിടെ നിന്നാണുള്ളവർ പോയി. അപ്പോൾ ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ
ഈ സ്പേസിൽ ശൂന്യാകാശത്തിൽ പോകുന്നവരെ പരിശീലിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പരിമിതമായ അറിവാണ്, ആ ശൂന്യാകാശത്തിൻ്റെ ആ സ്പേസിൻ്റെ ഒരു മോഡൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ അവരെ നടക്കാൻ പ്രാക്ടീസ് ചെയ്യിക്കും. അല്ലെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇവരെ സ്പേസിലേക്ക് വിടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം മനസ്സിലായതാണ്. എൻ്റെ അറിവ് പൂർണ്ണമാണെന്നല്ല ഞാൻ പറയുന്നത്, പരിമിതമായ അറിവാണ്. അങ്ങനെ ഒക്കെ എല്ലാ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ബേസിക്കലി ഇതൊരു കാര്യമാണ്. എന്തോ ഒരു പേരുണ്ട് അതിന്, ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ ഒരു പരിശീലനം ഈ ഭൂമിയിൽ അവർക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ സ്പേസിലേക്ക് പോകുന്നത്, കിട്ടിയതിന് ശേഷമാണ്. കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ നടക്കാത്ത ആരും ദൈവരാജ്യത്തിൽ കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയത്തില്ല. ഈ ഭൂമിയിൽ അതിൻ്റെ ഒരു പതിപ്പ്, ഫുൾനെസ്, അതിൻ്റെ പൂർത്തി എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയാത്തവർ നിശ്ചയമായും ദൈവരാജ്യത്തിൽ കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയത്തില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം അധ്യായത്തിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നു. 3-ാം അധ്യായത്തിൽ സർദീസിലെ സഭ, ആ സർദീസിലെ സഭയെക്കുറിച്ച് യേശു പറയുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ നിനക്ക് അവിടെ ഉണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ എന്തു ചെയ്യും? നടക്കും. എന്നോട് കൂടെ നടക്കും. ഉടുപ്പ് മലിനമാകാത്ത ചിലരുണ്ട്, എല്ലാവരും അല്ല, ചിലരുണ്ട്. അവർ ഉടുപ്പ് മലിനമാക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കർത്താവ് യേശു ക്രിസ്തു നടന്ന പോലെ നടക്കുന്ന ചിലരുണ്ട്, ജീവിക്കുന്ന ചിലരുണ്ട്, എല്ലാവരും എന്നല്ല. അവിടെ സർദീസിൽ കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ളവർ. അവരെന്ത് ചെയ്യും? എല്ലാവരും അല്ല, അവർ യേശു പറയുന്നത് എന്നോട് കൂടെ നടക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമം പിതാവിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ വലിയ പാട്ട് പാടുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നു, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ ഇങ്ങനെ യേശുവിനെ കണ്ടിങ്ങനെ വിളിച്ച് പറയുണ്ടായി, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വെളിപ്പാട് 14 നമ്മൾ വായിച്ചത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അനുഗമിക്കും. ഈ കുഞ്ഞാട് എവിടെയൊക്കെ പോയി? ഈ കുഞ്ഞാടിൻ്റെ അവസാനം കുഞ്ഞാടിൻ്റെ പാദം പതിഞ്ഞത് ഗോൽഗൊത്തയിലാണ്. അവിടം വരെ കുഞ്ഞാട് പോയി. ആ ക്രൂശിൻ ചുമന്ന കുഞ്ഞാട് അവിടം വരെ പോയിട്ടാണ് യാഗമായി തീർന്നത്. അനേക സ്ഥലങ്ങളിൽ കുഞ്ഞാട് സഞ്ചരിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരീസഹോദരന്മാരെ, ആ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കണമെങ്കിൽ നമ്മുടെ ഈ ലോകയാത്രയിൽ കുഞ്ഞാട് എവിടെയൊക്കെ പോയോ, എന്തൊക്കെ ആയിത്തീർന്നോ, ആരുടെ മുമ്പിൽ വെച്ച് അപമാനം അലക്ഷ്യമാക്കിയോ, ആരുടെ മുമ്പിൽ തുപ്പലിന് മുഖം മറയ്ക്കാതിരുന്നു, ആരുടെ മുമ്പിൽ പാപത്തിന് അല്പം പോലും കീഴടങ്ങാതിരുന്നു, അങ്ങനെയുള്ളവർ അവനോട് കൂടെ സ്വർഗസിംഹാസനത്തിൽ പിതാവിൻ്റെ മുമ്പിൽ അവരെ പ്രസൻറ്റ് ചെയ്യും. പ്രിയ സഹോദരീസഹോദരന്മാരെ, അതിനുവേണ്ടി നമുക്കും ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.